എന്ന് പറഞ്ഞാൽ വീട് മൊത്തം പൊടിയാണ്. ആഹാ എന്താ പൊടി. ആറേ കാര്യം ചെയ്യാം, നമുക്ക് ഈ മൂലയ്ക്ക് അങ്ങ് തുടങ്ങാം. എന്താ പറയണ ഈ പൊടിയെല്ലാം കൂടെ അടിച്ചു വരുമ്പോഴത്തേന് എന്റെ ഊപ്പടഞ്ഞു വരുമല്ലോ. ആറേ ഒരു കാര്യം ചെയ്യും, മക്കളതോ ആ മൂലയ്ക്ക് ഒന്ന് തൂത്തു തുടങ്ങും. ഞാൻ അവിടെയൊക്കെ പോയി ഈ ചെലന്തി വിലയൊക്കെ അടിക്കട്ടെ. ചേട്ടാ അത് വേണ്ട, ചേട്ടൻ തൂത്തോ. ഞാൻ തൂത്തു തുടങ്ങാൻ? ശരി എന്നാ പിന്നെ ഞാൻ തൂക്കാം. ആറുവേ ഞാൻ ഒരു കാര്യം ചെയ്യും, നൈസിലേ ഈ ഭാഗം മാത്രം ഫുള്ള് അടിച്ച് തൂത്ത് വെക്കാം. നീ അങ്ങ് തുടക്കി, വർഷം കഴിഞ്ഞല്ലേ. അത് പറ്റത്തില്ല, ഈ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് അതിന്റെ അടിവശമൊക്കെ തൂത്ത് റെഡിയാക്കണം. എന്തിനടി ഒന്നും അറിയില്ല, കാണൂല, നമ്മള് കാണുന്ന ഭാഗം മാത്രം ചെയ്താ പോരെ. എന്നാ ജോലി ആവത്തില്ലല്ലോ ചേട്ടാ. എടി അതൊക്കെ ജോലി ആയിക്കോളും. പിന്നെ അമ്മൂമ്മ എന്തായാലും ഒന്നും വലിച്ചു നോക്കാനൊന്നും പോകണില്ല. നോക്കൂ ചേട്ടാ, അമ്മൂമ്മയാണ് ആള്. അമ്മൂമ്മ ഇതൊക്കെ മാറ്റി നോക്കുമ്പോ ചവറാണെങ്കിൽ ആ പേരും പറഞ്ഞ അമ്മൂമ്മ പൈസ തരത്തില്ല. ലച്ചു ചേച്ചിയുടെ സ്വഭാവമാണ് അമ്മൂമ്മക്ക്. സംഭവം നീ പറഞ്ഞേക്കെ ഉള്ളതാണെങ്കിലും നീ ഇടയ്ക്ക് നൈസില് ലച്ചേച്ചി ഇല്ലാത്തപ്പോ ലച്ചേച്ചിയുടെ കുറ്റം പറയുന്നുണ്ട്. അത് വേണ്ട ഏട്ടാ. ഇതെങ്ങനെ കുറ്റമാവും? ഒരാളുടെ സ്വഭാവം പറയുന്നല്ലേ. അതിന് തന്നെ നമ്മുടെ നാട്ടിൽ കുറ്റം എന്ന് പറയണത്. ആറായി വേണ്ടാട്ടാ. ഇപ്പൊ നീ പറഞ്ഞു പറഞ്ഞത് ഇതൊക്കെ തൂക്കണം അല്ലേ. ഒരു കാര്യം ചെയ്യ്, ഫസ്റ്റ് സോഫയിൽ തുടങ്ങാം. മാറ്, കഷ്ടം ഇതൊക്കെ. മകളെ പാറേ ഒന്ന് പിടിച്ചു പൊക്കിയടാ. ഇതോ പിടിച്ചു പൊക്കാനാ? ഞാനും കാണും ഇത് പൊക്കി കഴിഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും പറ്റും. ചേട്ടൻ എന്നെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വരും. എന്നാ പിന്നെ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. കേസോ തണ്ണി തണ്ണി മാത്രമേ ഉള്ളൂ. ஆமாடா, அம்மா சொன்னாங்க தண்ணி மட்டும் கொடுத்தா போதும்னு. ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയായി കാര്യങ്ങളല്ലേ. ശരി, நீ வருத்தப்படாத, யாருக்கும் தெரியாம உனக்கு ஜூஸ் கொண்டு தரேன். ജ്യൂസാ? എനിക്ക് വേണം ജ്യൂസ്. உனக்கும் தரேன். ഓക്കെ, എന്തായാലും നീക്കല്ലേ. ആന്റി വെള്ളം അവിടെ വെച്ചേക്ക്. ഞാൻ എടുത്ത് കുടിച്ചോളാം. അയ്യോ പൊടിയുണ്ടോ? ஐயோ പൊടി വല്ലതും ഉണ്ടോ? എന്തോന്നടേ ഇത്? ഈ വീട്ടിൽ മേടിച്ചുള്ള എല്ലാ ചപ്പുചവറും ഇതിനകത്തുണ്ടാ? ബിസ്ക്കറ്റിന്റെ കവറ് തിന്നിട്ട് ബിസ്ക്കറ്റിന്റെ കവർ കൊണ്ട് കളഞ്ഞെന്ന് വെക്കുമ്പോഴാണല്ലേ നീ കളയണത്. ബുക്ക ഇതിന് ഏത് ബുക്കാണോ? പാർവതി ബാലചന്ദ്രൻ തമ്പി, മാത്തമാറ്റിക്സ്. ഇതെന്റെ ബുക്കാണോ? പിന്നെ പാർവതി ബാലചന്ദ്രൻ തമ്പി ആരടി? ഞാൻ. ആന്റി ഇതും പിടിച്ചേ, ഞാൻ നോക്കട്ടെ. നോക്കിക്കോ. ഹായ്, എന്റെ കളഞ്ഞുപോയ ബുക്ക്. കളഞ്ഞുപോയ ബുക്കാ? എടി അപ്പൊ നീ ഇത്ര ദിവസം ഒരു കണക്കില്ലാതെ കണക്ക് പഠിച്ചോണ്ടിരുന്നേ? ടീച്ചർ കൊറേ ദിവസമായി ചോദിക്കുന്നേ എന്താ ബുക്ക് കൊണ്ടുവരാഞ്ഞെന്ന്. ഇനി ഞാൻ ടീച്ചറിന്റെ കൈ കൊണ്ട് കൊടുത്തിട്ടേ ഒന്ന് ഷൈൻ ചെയ്യും.